ഹായ് എല്ലാവർക്കും വിഷ്ണു ശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദാസനെയും തള്ളി മാറ്റി ശാലിനിയുടെ പുറകെ പോവുകയാണ് വിഷ്ണു. ദാസൻ പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്നിനി ഇവിടെ പിരിവ് നടക്കില്ല എന്ന്. ഇതെങ്ങോട്ടാ പോയതെന്നും പറഞ്ഞ് ശാലിനിയുടെ പുറകെ ഓടുകയാണ് വിഷ്ണു. പിന്നീട് വിഷ്ണു ശാലിനിയെ വിളിക്കുകയാണ്, ഹലോ ഇതെന്താ ഇവിടെ? ശാലിനി ചോദിക്കുകയാണ്, അല്ല ആരാ ഇത്? എവിടെ ചെന്നാലും അവിടെ ഉണ്ടല്ലോ നിങ്ങള്, എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ദാസൻ പറയുകയാണ്, അല്ല ആശാൻ ഇവിടെ പിരിവിന്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, പിരിവിനോ? എന്ത് പിരിവ്? പിരിവൊക്കെ കാര്യത്തെ വിഷ്ണു പറയുകയാണ്, അവന് പറഞ്ഞപ്പോൾ തെറ്റിയതാണ്, പിരിവല്ല പരിചയം. എന്താന്ന് വെച്ചാലേ എന്റെ ഒരു പഴയ ഫ്രണ്ടാണ് ഇവിടത്തെ കുമാരൻ മുതലാളി. ഇന്നിപ്പോ കണ്ട് പരിചയം പുതുക്കാൻ വേണ്ടി വന്നതാണ്. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, ഈ ടെക്സ്റ്റൈൽസിന്റെ ഓണറിന്റെ കാര്യമാണോ പറഞ്ഞത്? വിഷ്ണു പറയുകയാണ്, അതെ പിന്നല്ലാതെ, ഈ വിശാലമായ കടയുടെ ഉടമസ്ഥൻ തന്നെ. ഈ കുമാരൻ മുതലാളിയുടെ മോനും ഞാനും ക്ലാസ്മേറ്റ്സ് ആണല്ലോ. ശ്യാമ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് വാങ്ങിച്ചു തരാൻ പറ്റുമോ? എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങള്. കുഞ്ഞേച്ചിയുടെ കയ്യിലാണെങ്കിൽ നുള്ളിപ്പറക്കിയെടുത്താൽ 2000 രൂപയാണ് ഉള്ളത്. അന്നേരം ശ്യാമയെ നോക്കി കണ്ണു കാണിക്കുകയാണ് ശാലിനി. ശ്യാമ പറയുകയാണ്, തുണിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയാണ്. ശ്യാമയുടെ സംസാരം കേട്ട് ശ്യാമയെ നുള്ളിക്കൊണ്ട് ശാലിനി പറയുകയാണ്, ഒന്നും മിണ്ടാതിരിയേടി. വിഷ്ണു പറയുകയാണ്, അയ്യോ പിന്നെന്താ, ഡിസ്കൗണ്ട് എന്നത് വിഷയമേ അല്ല, ഞാൻ ഏറ്റു. ചീള് കേസ്, നിങ്ങൾ പോയി ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുക്ക. ബില്ല് വരുമ്പോൾ കയ്യിലുള്ളതിനകത്തേ വരൂ. താങ്ക്സ്, വാ ചേച്ചി നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്നും പറഞ്ഞ് ശ്യാമ ശാലിനിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതൊക്കെ കണ്ട് ദാസൻ പറയുകയാണ്, അപ്പോ ആശാനെ ഇവിടത്തെ കാര്യം ഗോപിയായല്ലേ? വിഷ്ണു പറയുകയാണ്, നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടല്ലോ. അവര് എത്ര രൂപയ്ക്ക് ഡ്രസ്സ് എടുത്താലും ഇവിടത്തെ ബില്ല് 2000 രൂപയിൽ കൂടരുത്, മനസ്സിലായല്ലോ? ദാസൻ പറയുകയാണ്, മനസ്സിലായി. എങ്കിൽ ചെല്ല്, മാനേജരുടെ അടുത്ത് പറയൂ വിഷ്ണു പറഞ്ഞിട്ടാണെന്ന്. എന്നാ പിന്നെ ശരി ശരി, ചെല്ല് ചെല്ല് എന്നും പറഞ്ഞ് ദാസനെ പറഞ്ഞു വിടുകയാണ് വിഷ്ണു. അതേസമയം അതേ കടയിൽ തന്നെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയാണ് സുസ്മിത. അതേസമയം അവിടെ ഒരു ബൊമ്മയിൽ ഡ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിഷ്ണു കാണുകയാണ്. ആ ബൊമ്മയുടെ തലയിലുള്ള ഷാളൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണു അന്ന് കാട്ടിൽ തേനീച്ച കുത്തിയപ്പോൾ ശാലിനിയെ ഷാൾ കൊണ്ട് പുതപ്പിച്ച കാര്യമൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് ബൊമ്മയുടെ കൈയെടുത്ത് വിഷ്ണു തന്റെ തോളിലേക്ക് വയ്ക്കുകയാണ്. എന്നിട്ട് ശാലിനിയെ സങ്കല്പിക്കുകയാണ്. ശാലിനി തന്റെ തോളിൽ പിടിച്ചു നിൽക്കുന്നതായൊക്കെ വിഷ്ണു സങ്കല്പിക്കുകയാണ്. അന്നേരം അവിടേക്ക് വന്ന ദാസൻ പെട്ടെന്ന് വിഷ്ണുവിന്റെ തോളിൽ കൈവയ്ക്കുകയാണ്. ദാസൻ ചോദിക്കുകയാണ്, എന്തോന്ന് ആശാനെ ഇത്, പബ്ലിക്കായിട്ട് പ്രതിമയെ പീഡിപ്പിക്കാൻ നോക്കുന്നോ? ഇവിടൊക്കെ CCTV ഉള്ളതാണ്, എപ്പോ അകത്തായി എന്ന് ചോദിച്ചാൽ മതി. അന്നേരം ആകെ ചമ്മി നാറി നിൽക്കുകയാണ് വിഷ്ണു. ദാസൻ ചോദിക്കുകയാണ്, അല്ല ഏട്ടത്തിയമ്മ എവിടെ പോയി? അവര് ഡ്രസ്സ് നോക്കാൻ പോയില്ലേ, ഞാൻ നീ വരാൻ കാത്തു നിന്നതാണ്. ആശാനെ ഇനി ഇങ്ങനെ ബൊമ്മയും കെട്ടിപ്പിടിച്ചു നിന്നാൽ മതിയോ നമുക്ക്? ഏട്ടത്തിയമ്മയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാത്തത് എന്താണ്? ഇതാ അതിനൊരു സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവരണ്ടേ? എന്തോന്ന് സമയവും സന്ദർഭവും, ആശാനെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് ഉറപ്പാണ് എനിക്ക്. അതുകൊണ്ട് പ്രതീകാത്മകമായി ഒരു സംഗതി അങ്ങ് പരീക്ഷിച്ചാലോ? വിഷ്ണു ചോദിക്കുക, എന്തേ പ്രതീകാത്മകമായിട്ടോ എന്ന് പറഞ്ഞാൽ? അന്നേരം ദാസൻ പറയുകയാണ്, അതൊക്കെ ഉണ്ട്, പറഞ്ഞു തരാം, ആശാൻ വന്നേ. അതിനുശേഷം ദാസൻ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുകയാണ്, ആ ഇരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. വിഷ്ണു ചോദിക്കുകയാണ്, അത് താജ്മഹൽ അല്ലേ? അതെ ആശാനെ, താജ്മഹൽ. നിത്യപ്രണയത്തിന്റെ ഉദാത്ത സ്മാരകമായിട്ട് നമ്മളൊക്കെ ആഘോഷിക്കുന്ന സാധനം. ഇതാണ് ആശാൻ ഏട്ടത്തിയമ്മയ്ക്ക് സമ്മാനിക്കുന്നതെങ്കിൽ വേറെ ഒരു ലവ് ലെറ്ററിന്റെയും ആവശ്യമില്ല. കാര്യം എന്താണെന്ന് ഏട്ടത്തിയമ്മയ്ക്ക് പിടികിട്ടിക്കോളും. അന്നേരം വിഷ്ണു അവിടെ ചെന്ന് പറയുകയാണ്, ആ താജ്മഹൽ എടുക്കട്ടെ, നോക്കട്ടെ. താജ്മഹൽ കയ്യിലെടുത്ത് വിഷ്ണു പറയുകയാണ്, താജ്മഹൽ പ്രണയത്തിന്റെ നിത്യസ്മാരകം. അതേസമയം അത് കാണുകയാണ് ശ്യാമ. ശാലിനിയെ വിളിച്ച് കാണിക്കുകയാണ് ശ്യാമ. വിഷ്ണുവും ദാസനും താജ്മഹൽ നോക്കുന്നതൊക്കെ കണ്ട് ചിരിക്കുകയാണ് ശാലിനിയും ശ്യാമയും. അതേസമയം സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് കൊടുക്കുകയാണ് ശ്യാമ. ശ്യാമ പറയുകയാണ്, ദേ ചേച്ചി ബില്ല് നോക്ക്, ഇത്രയും സാധനങ്ങൾ വേറൊരു കടയിൽ പോയി വാങ്ങിച്ചാൽ 10,000 രൂപയെങ്കിലും ചാർജ് ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പോൾ 1000-ൽ താഴെ ആയിട്ടുള്ളൂ. അതല്ലേടി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ഓരോ കടയിലും ആളുകളെ ആകർഷിക്കാൻ ഓരോ ഡിസ്കൗണ്ട് ആണ്. ശ്യാമ പറയുകയാണ്, ഇതിപ്പോ കട ഏതായാലും നമുക്ക് ഡിസ്കൗണ്ട് വാങ്ങിച്ചു തന്നത് ആ ഇരിക്കുന്ന ആളല്ലേ ചേച്ചി എന്നും പറഞ്ഞ് വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടുകയാണ് ശ്യാമ. പകരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് മര്യാദ. ശാലിനി ചോദിക്കുകയാണ്, ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതിപ്പോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ നോക്കി ശ്യാമ പറയുകയാണ്, ആ താജ്മഹൽ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ, പുള്ളിക്കാരനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താജ്മഹലോ എന്ന് സംശയിച്ച് ചോദിക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, എടി അങ്ങനൊരു ഗിഫ്റ്റ് ശരിയാകത്തില്ല. ഈ താജ്മഹൽ ഒരു പ്രണയത്തിന്റെ സ്മാരകമാണ്. അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അയാള് തെറ്റിദ്ധരിച്ചേക്കും എനിക്ക് പ്രണയമാണെന്ന്. ആർ ഗുഡ് ഫ്രണ്ട്സ്, അതിന് വേറെ കളർ കൊടുത്താൽ ശരിയാകില്ല. ശ്യാമ ചോദിക്കുകയാണ്, എന്ന് കരുതി ഒരു പ്രേമം പൊട്ടിമുളയ്ക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ.
അതത്ര ബോറൻ ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് കടുപ്പിച്ച് ശാലിനി ചോദിക്കുമ്പോൾ വിഷയം മാറ്റി ശ്യാമ പറയുകയാണ്, അത് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട സാധനം അല്ലേ ചേച്ചി? വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ പറയുമായിരുന്നു. അന്നേരം ദാസന് ഒരു ഫോൺ വരികയാണ്. ഫോൺ എടുത്ത ദാസൻ പറയുകയാണ്, ആ രാജനാണല്ലോ, ശരി ഇപ്പൊ കൊടുക്കാം. താജ്മഹൽ ക്യാഷിൽ ഏൽപ്പിച്ച് വിഷ്ണു പറയുകയാണ്, ആ രാജ പറഞ്ഞോ. അതിനുശേഷം വിഷ്ണു ഫോണിൽ ദേഷ്യപ്പെട്ട് ആരോടൊക്കെ സംസാരിക്കുകയാണ്. സംസാരിച്ച് നടന്ന് ദൂരേക്ക് പോവുകയാണ് വിഷ്ണു. അന്നേരം കൗണ്ടറിലേക്ക് ചെല്ലുകയാണ് ശാലിനിയും ശ്യാമയും. ശാലിനി ചെന്ന് പറയുകയാണ്, അതെ ആ താജ്മഹൽ ഇങ്ങെടുത്തേ. ശാലിനി ചോദിക്കുകയാണ്, ഇതിന് എത്രയാ വില? 799 മാഡം. ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഒരു 750 തരാൻ മാഡം, അത്രേ പറ്റൂ. ശരി പാക്ക് ചെയ്തോളൂ എന്ന് പറയുകയാണ് ശാലിനി. അതിനുശേഷം അവിടെ ഡിസ്പ്ലേ കിടക്കുന്ന വേറൊരു ഡ്രസ്സ് ചൂണ്ടിക്കാട്ടി ശ്യാമ പറയുകയാണ്, ദേ ചേച്ചി ആ ഡ്രസ്സ് നോക്കിയേ, കൊള്ളാം അല്ലേ? അന്നേരം ആ ഡ്രസ്സിനടുത്തേക്ക് പോവുകയാണ് ശാലിനിയും ശ്യാമയും. അതേസമയം താജ്മഹലിന്റെ അടുത്തേക്ക് വരികയാണ് സുസ്മിത. സുസ്മിത ചോദിക്കുകയാണ്, ഇതുപോലൊരു താജ്മഹൽ വേണമായിരുന്നോ? സ്റ്റോക്കില്ല മാഡം. പിന്നെ ഈ ഇരിക്കുന്നത് എന്താ? ഇത് ആ മാഡം ഓർഡർ ചെയ്തതാണ്, ലാസ്റ്റ് പീസ് ആയിരുന്നു, വേറെ സ്റ്റോക്ക് ഇല്ല. അന്നേരം ശാലിനിയെ കാണുകയാണ് സുസ്മിത. ശാലിനിയെ കണ്ട സുസ്മിത അന്ന് ആഹാരം കൊണ്ടുവന്നപ്പോഴുണ്ടായ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ശാലിനി ഒന്ന് നോക്കിയിട്ട് സുസ്മിത ചോദിക്കുകയാണ്, എന്താ ഇതിന്റെ വില? 799. സുസ്മിത പറയുകയാണ്, ഐ വിൽ പേ യു 7000. ഈ പീസ് തന്നെ എനിക്ക് കിട്ടണം. അത് കേട്ട ശാലിനി പറയുകയാണ്, നടക്കില്ല മാഡം. 7000 അല്ല, 7 കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇത് മാഡത്തിന് കിട്ടില്ല. കാരണം ഇത് വാങ്ങിയത് ശാലിനിയാണ്. സ്വന്തമാക്കിയത് വിട്ടുകൊടുക്കുന്ന ശീലം ഇല്ലെനിക്ക്, പ്രത്യേകിച്ചും സുസ്മിത കൊച്ചമ്മയ്ക്ക്. അത് കേട്ട് ദേഷ്യപ്പെട്ട് ശാലിനിയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വരികയാണ് സുസ്മിത. ശാലിനി പറയുകയാണ്, വഴക്ക് വേണ്ട. നിനക്കിതിനോട് ഇത്രയും പ്രിയം ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിട്ടുതരുമായിരുന്നു. പക്ഷേ പണം കൊണ്ട് എല്ലാം നേടാം എന്നുള്ളൊരു ധാർഷ്ട്യമുണ്ടല്ലോ. ആ പത്തിക്ക് ഇങ്ങനെ ഒരു അടി കിട്ടുന്നത് നല്ലതാണ്. അതിനുശേഷം സുസ്മിത കൗണ്ടറിൽ പറയുകയാണ്, ഇയാളിത് പാക്ക് ചെയ്ത് ബില്ലടിക്ക്, ഞങ്ങൾക്ക് പോണം. അതിനുശേഷം ഫോണിൽ ദേഷ്യപ്പെട്ട് രാജനോട് സംസാരിക്കുകയാണ് വിഷ്ണു. അന്നേരം അവരുടെ അടുത്തേക്ക് വരികയാണ് ശാലിനി. ഇത് കണ്ട് ദാസൻ പറയുകയാണ്, ആശാനെ മതി മതി ദേ എന്നും പറഞ്ഞ് ശാലിനിയെ ചൂണ്ടിക്കാട്ടുകയാണ് ദാസൻ. ശാലിനിയെ കണ്ട് ശരി ശരി വിളിച്ചേക്കണെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് വിഷ്ണു. അടുത്തേക്ക് ചെന്ന ശാലിനി ഗിഫ്റ്റ് പാക്കറ്റ് വിഷ്ണുവിന് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, ദാ ഇത് പിടിക്ക്, ഇത് ഇയാൾക്ക്. അത്ഭുതപ്പെട്ട് വിഷ്ണു ചോദിക്കുകയാണ്, ഇതെന്താ? ഇതിരിക്കട്ടെ, ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങി തന്ന ആളല്ലേ, ചെറിയ ഗിഫ്റ്റ് ഇരിക്കട്ടെ. തിരിച്ച് സന്തോഷത്തോടു കൂടി ശാലിനിയുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങുകയാണ് വിഷ്ണു. ശാലിനി പറയുകയാണ്, അപ്പൊ ശരി ഇനി കാണാം നമുക്ക്. അന്നേരം ഗിഫ്റ്റുമായി നിൽക്കുന്ന വിഷ്ണുവിനെ കാണുകയാണ് സുസ്മിത. സുസ്മിത പറയുകയാണ്, ഹായ് വിഷ്ണു ഏട്ടാ. സുസ്മിത ചോദിക്കുകയാണ്, ഇതെന്താ ഇവിടെ? വിഷ്ണു പറയുകയാണ്, ഞങ്ങൾ ചുമ്മാ വന്നതാണ്. വിഷ്ണുവിന്റെ കയ്യിലെ ഗിഫ്റ്റ് കണ്ട് സുസ്മിത ചോദിക്കുകയാണ്, ഇതെന്താ എനിക്കുള്ള ഗിഫ്റ്റ് ആണോ? വിഷ്ണു പറയാണ്, ഏയ് ഇത് നിനക്കുള്ളതല്ല, നമ്മുടെ ദാസനാണ്, ആർക്കോ വേണ്ടി വാങ്ങിച്ചതാണ്, നിനക്ക് തരാൻ പറ്റില്ല. സ്മിത പറയുകയാണ്, ആ ശരി, വിഷ്ണുവേട്ടൻ വീട്ടിലേക്കാണോ? ഞാനുമുണ്ട് കൂടെ, ഞാൻ വണ്ടി എടുക്കാതെയാണ് വന്നത്. അതിഷ്ടപ്പെടാതെ വിഷ്ണു പറയുകയാണ്, എന്റെ കൂടെ ഇവനുണ്ട്, നീ വല്ല ടാക്സിയും പിടിച്ചു പൊയ്ക്കോ, നീ വാടാന്നും പറഞ്ഞ് ദാസനെയും കൂട്ടി പെട്ടെന്ന് ഇറങ്ങുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്ന രാജീവിനെയാണ്. അകത്തേക്ക് കയറിയ രാജീവ് ചോദിക്കുകയാണ്, ശാരദാമ്മേ ആരുമില്ലേ ഇവിടെ? അന്നേരം പാൽപാത്രവുമായി വന്ന ശാന്ത ചോദിക്കുകയാണ്, സാർ എന്താ ഇവിടെ? ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, വരാം. അതിനു മുമ്പ് ശാരദാമ്മയോട് ഒരു കാര്യം സംസാരിക്കണമായിരുന്നു. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാരദാമ്മ. സാറോ? എന്താ സാറേ? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. അതിനെന്താ സാർ ഇരിക്കണം സാറേ എന്ന് പറയുകയാണ് ശാരദാമ്മ. ശാന്ത പോയ ശേഷം ശാരദാമ്മ ചോദിക്കുകയാണ്, അല്ല സാറിനെന്തോ വയ്യായി കാണുന്നു പറഞ്ഞു. ആ ചെറിയൊരു പനിയും ചുമയും, അത് ഈ ഭക്ഷണം ശരിയാകാഞ്ഞിട്ടാണ്. ശാരദാമ്മ മോളുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തു വിട്ടില്ലേ? അത് കഴിച്ചപ്പോ തുടങ്ങി നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഇപ്പോ ഏകദേശം ശരിയായി. ഇവിടെ നിന്നാണല്ലോ ഭക്ഷണം, താങ്ക്സ്. ഒരു മകനോടുള്ള കരുതൽ എന്നോട് കാണിച്ചതിന്. തിരിച്ചുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല ശാരിയോടാണ്. അവള് പറഞ്ഞപ്പോഴാണ് സാറിന് സുഖമില്ലാന്ന് ഞാൻ അറിഞ്ഞത്. ഇല്ലെങ്കിലും അവൾ എപ്പോഴും സാറിന് ഒരാൾക്കുള്ള ഭക്ഷണം ഇവിടെ എപ്പോഴും കരുതി വെക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ സാറ് പുറത്തു പോയി കഴിച്ചത്? അത് പിന്നെ ചെറിയ ചമ്മലുള്ളത് കൊണ്ടാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, ചമ്മലോ? എന്തിന്? അത് അന്ന് ഞാൻ ഇവിടെ വന്നൊരു കാര്യം ചോദിച്ചില്ലേ? ശാരദാമ്മ എന്നോട് മര്യാദ കാണിച്ചെങ്കിലും മുഖത്തടിച്ച പോലുള്ള ഒരു മറുപടിയാണ് ശാലിനി പറഞ്ഞത്. അതിനുശേഷം സത്യം പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഒരു മടിയുണ്ടെനിക്ക്. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാരിക. ശാരികയെ കണ്ട് ചിരിക്കുകയാണ് രാജീവ്. ശാരദാമ്മ ചോദിക്കുകയാണ്, അപ്പൊ സാറ് പറഞ്ഞു വന്നത്? അന്നേരം ശാരികയിൽ നിന്നും കണ്ണെടുക്കുകയാണ് രാജീവ്. ഞാൻ അന്ന് വന്ന് ശാരിക എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ട് ഒരു മറുപടി പറയാമെന്നാണ് ശാരദാമ്മ പറഞ്ഞത്.
പിന്നീട് ഇപ്പോ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പിന്നീട് അതിന് വ്യക്തമായൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. സാറേ അതെന്ന് ശാരദാമ്മ പറയുമ്പോൾ രാജീവ് പറയുകയാണ്, അത് എന്തായാലും എന്നോട് തുറന്നു പറയാം. യെസ് ഓർ നോ. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. ഇനിയിപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കുടുംബം, ബന്ധുക്കൾ, സമൂഹം, സാഹചര്യങ്ങൾ അതൊക്കെ പലതല്ലേ. ഇതൊക്കെ ഉൾക്കൊണ്ട് ആ പ്രപ്പോസലിൽ നിന്നും പിന്മാറാൻ അങ്ങനെയുള്ള ഒരു വിവേചന ബുദ്ധി എനിക്കുണ്ട്. ശാരദാമ്മ പറയുകയാണ്, സാറ് തെറ്റിദ്ധരിക്കരുത്. സാറിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആലോചന എന്റെ മോൾക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് തന്നെ മഹാഭാഗ്യമാണ്. അത് കേട്ട് സന്തോഷിക്കുകയാണ് ശാരിക. ശാരദാമ്മ പറയുകയാണ്, പക്ഷേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് രാജീവ്. എന്നിട്ട് പറയുകയാണ്, പൊന്നിന്റെയും പണത്തിന്റെയും കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ ശാരദാമ്മ വിഷമിക്കേണ്ട. സ്ത്രീ തന്നെയാണ് ധനം എന്ന് കരുതുന്നയാളാണ് ഞാൻ. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ എനിക്കുണ്ട്. വഴിവിട്ടു പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്റെ ഇഷ്ടങ്ങൾക്ക് എന്റെ അമ്മ ഇതുവരെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വശത്ത് എല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പിക്കാം. അതുമാത്രം അല്ലല്ലോ സാറേ കാര്യം. ഒരു കല്യാണാലോചന എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ. അതിന് ചില നാട്ടുനടപ്പൊക്കെ ഇല്ലേ. സാറിന്റെ മനസ്സിലുള്ളത് സാറ് തുറന്നു പറഞ്ഞത് സന്തോഷം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആലോചന നടത്തേണ്ടത് വീട്ടുകാരല്ലേ. അപ്പോഴല്ലേ ആ ബന്ധത്തിനൊരു ഉറപ്പുള്ളൂ. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, ഓ അത് ശരി. അപ്പോ എന്റെ അമ്മ വന്നാൽ മതിയോ ഇക്കാര്യം സംസാരിക്കാൻ? ശാരദാമ്മ പറയണം, അമ്മയോ ചേട്ടനോ അമ്മാവനോ അങ്ങനെ വേണ്ടപ്പെട്ടവരാരെങ്കിലും? രാജീവ് പറയുകയാണ്, ഓക്കെ സമ്മതിച്ചു. വേണ്ടപ്പെട്ടവർ തന്നെ വരും. അപ്പോൾ ഇതൊരു വാക്കായിട്ട് എടുക്കാമല്ലോ എനിക്ക്. ശാരദാമ്മ പറയുകയാണ്, ഏയ് അങ്ങനെയല്ല. ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അന്വേഷിക്കുകയും മറ്റുമൊക്കെ വേണമല്ലോ സാറേ. സാറിന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയിലാണ് ഞാൻ. എന്റെ അനുഭവം തന്നെയാണ് എനിക്കുള്ള പാഠം. ഒരു ആൺകുഞ്ഞ് ജനിച്ചില്ല എന്നുള്ള കുറ്റത്തിനാണ് ഗോപാലേട്ടൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത്. അല്ലെങ്കിലും അത് അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നുള്ളൂ. രണ്ടാം ബന്ധത്തിനുള്ള ഒരു ന്യായം ചക്കയോ മാങ്ങയോ ഒന്നും അല്ലാത്തത് കൊണ്ട് മനുഷ്യന്മാരുടെ ഉള്ളിൽ എന്താണെന്നറിയാൻ ചെന്ന് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചിലയിടത്ത് പയ്യൻ ശരിയായാലും വീട്ടുകാരുടെ ഭാഗത്തായിരിക്കും കുഴപ്പം. ആദ്യരാത്രി ഈ വീട്ടിൽ നിന്നിറങ്ങി ഒരു പെൺകൊച്ചിന്റെ പ്രസവം എടുക്കാൻ പോയിട്ടുണ്ട് ഞാൻ. പിറന്നു വീണത് പൊന്നിൻകുടം പോലൊരു പെൺകുഞ്ഞ്. എന്നായതുകൊണ്ട് ആ കുഞ്ഞിനെയും കൂട്ടി പടി കയറരുത് എന്നാണ് ആ കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മ അവനോട് പറഞ്ഞത്. എന്റെ അനുഭവം അത് എന്റെ മക്കൾക്കാർക്കും ഉണ്ടാകരുത് എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരു ചെറിയ കരുതൽ അത്രയുള്ളൂ. ഏതായാലും സാറിരിക്കെ ഞാനൊരു ചായ എടുക്കാം. എനിക്ക് സാറേന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. രാജീവ് ശാരികയോട് പറയുകയാണ്, ഒരു അമ്മയുടെ ന്യായമായ ആശങ്കകൾ തന്നെയാണ് ശാരദാമ്മയും പറഞ്ഞത്. അതിന് ഞാൻ വില തരുന്നു. പക്ഷേ ഒരു ഉറപ്പ് താൻ എനിക്ക് തരണം. പറ്റുമോ? ശാരിക ചോദിക്കുകയാണ്. എന്തുറപ്പ്? എന്റെ ആലോചനയുടെ കാര്യത്തിൽ ഒരു തീർപ്പാകുന്നത് വരെ ഈ വീട്ടിൽ ശാരികയ്ക്ക് മറ്റൊരു ആലോചന ഉണ്ടാകരുത്. എന്നെ സങ്കടപ്പെടുത്തരുതെന്ന് സാരം. ചിരിച്ചുകൊണ്ട് ശാരിക പറയുകയാണ്, അത് അങ്ങനെ തന്നെ ആകട്ടെ, ഞാൻ സങ്കടപ്പെടുത്തില്ല. തീർച്ച എന്ന് പറഞ്ഞ് കൈനീട്ടുകയാണ് രാജീവ്. തീർച്ച എന്ന് പറഞ്ഞ് രാജീവിന്റെ കയ്യിലേക്ക് കൈനീട്ടുകയാണ് ശാരിക. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.